അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ടാൻ തീറ്റ ഈക്വൽ ടു 5/6 ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഇതുപോലെ ടാൻ തീറ്റ എന്നൊക്കെ പറഞ്ഞ് തന്നാൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് പൈതഗോറസ് തിയറം വെച്ച് നമുക്കിത് ഫൈൻഡ് ചെയ്യാം. അതായത് ഇതുപോലൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ഇവിടെ തീറ്റയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് ടാൻ തീറ്റ എന്താണ് സൈൻ തീറ്റ എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ടാൻ തീറ്റ എന്താണ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈ ബേസ്. സോ ഇവിടെ ടാൻ തീറ്റ എന്ന് പറയുന്നത്, അതായത് നമുക്കിതിനെ എ ബി സി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ എന്താണ്, എ ബി ബൈ ബി സി ആണ് ടാൻ തീറ്റ. അതായത് അപ്പോൾ ഇത് 5ഉം ഇത് 6ഉം ആവും. ക്ലിയർ? അങ്ങനെ ഈ രണ്ട് വാല്യൂയും കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഈ ഹൈപ്പോട്ടിനസിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, ഹൈപ്പോട്ടിനസ് എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. എ ബി എന്താണ്, എ ബി എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ പ്ലസ് ബി സി 6 സ്ക്വയർ 25 പ്ലസ് 36 61. സോ ഹൈപ്പോട്ടിനസ് എ സി ഈക്വൽ ടു √61 എന്ന് കിട്ടും. ക്ലിയർ? √61 ആണ് നമുക്ക് ആൻസറായി കിട്ടാം. അപ്പോൾ ഇനി നമ്മൾ എന്താണ്, ഇന്ന് സൈനിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. സൈൻ തീറ്റ എന്താണ്, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ്. സോ സൈൻ തീറ്റ ഈക്വൽ ടു 5/√61. ഇനി കോസ് തീറ്റ എന്താണ്, കോസ് തീറ്റ ഈക്വൽ ടു 6/√61. അപ്പോൾ ഈ രണ്ട് വാല്യൂ കിട്ടിയാൽ നമുക്ക് ഇനി എന്താ, ഇനി ബാക്കിയുള്ള അതായത് ആ എക്സ്പ്രഷനിൽ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 12 × 5/√61. ഓക്കെ, മൈനസ് 5 × കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 6/√61 ഡിവൈഡ് ബൈ 12 × 5/√61 പ്ലസ് 5 × 6/√61. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വാല്യൂസ് കിട്ടുക. സോ അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 12 × 5 60 മൈനസ് 30/√61 ഡിവൈഡ് ബൈ എന്താ 60 പ്ലസ് 30/√61. അപ്പോൾ 61 61 ക്യാൻസലായി, ബാക്കി എന്താണുള്ളത് 30/90. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ 1/3 ആണ് നമുക്ക് ആൻസറായി കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇതുപോലെ ഒരു ടാൻ തീറ്റ ഈക്വൽ ടു 5/6 വന്നാൽ അതൊന്ന് നമുക്ക് ഈ പൈതഗോറസ് തിയറം വെച്ചിട്ട്, അതായത് പൈതഗോറസ് വെച്ചിട്ട് നമുക്ക് ബാക്കി സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി 1/3 ആണ് നമുക്ക് ആൻസർ കിട്ടുക.